ഹലോ, ഇന്നത്തെ വീഡിയോയിൽ കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമായിട്ടുള്ള വൈറ്റമിൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വൈറ്റമിൻസ്, അവയുടെ രാസനാമങ്ങൾ, പ്രധാന വൈറ്റമിൻസും പിന്നെ ചില സവിശേഷതകൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം വൈറ്റമിൻസ് രണ്ട് ടൈപ്പാണുള്ളത്, കൊഴുപ്പിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കുന്നവയും. ജലത്തിൽ ലയിക്കുന്ന രണ്ട് വൈറ്റമിൻസ് ഏതൊക്കെയാണ്? ബിയും സിയും. കൊഴുപ്പിൽ ലയിക്കുന്നവയോ എയും, വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ, വിറ്റമിൻ കെ, ഇവയൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. അപ്പോൾ നമുക്കിനി രാസനാമങ്ങൾ ഏതൊക്കെയെന്ന് പരിചയപ്പെടാം. വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? റെറ്റിനോൾ ആണ്. അപ്പോൾ റെറ്റിനോൾ ആണ് വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത്. ജീവകം B1 ആണ് തയാമിൻ. ഏതാണ്? തയാമിൻ. ജീവകം B2 റൈബോഫ്ലോവിൻ. B2 ആണ് റൈബോഫ്ലോവിൻ എന്ന് പറയുന്നത്. ജീവകം B3 ആണ് നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്. ഏതാണ്? നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡാണ് ജീവകം B3 എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ B5 ആണ് പാൻറ്റോതെനിക് ആസിഡ്. ഏതാണ്? പാൻറ്റോതെനിക് ആസിഡ്, വിറ്റമിൻ B5. വിറ്റമിൻ B6 ആണ് പിരിഡോക്സിൻ. പിരിഡോക്സിൻ എന്നറിയപ്പെടുന്നത് വിറ്റമിൻ B6 ആണ്. വിറ്റമിൻ B7 ആണ് ബയോട്ടിൻ. നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലേ, ബയോട്ടിൻ. അപ്പോൾ B7 ആണ് ബയോട്ടിൻ. വിറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നതും ബയോട്ടിനാണ്. വിറ്റമിൻ എച്ച് എന്നാണ് ഇത് മുന്നേ അറിയപ്പെട്ടിരുന്നത്. വിറ്റമിൻ B9 ആണ് ഫോളിക് ആസിഡ്. ഏതാണ്? ഫോളിക് ആസിഡ്. അടുത്തത് ജീവകം B12 ആണ് സൈനോകൊബാലമിൻ. ഏതാണ്? സൈനോകൊബാലമിൻ. B12 ആണ് സൈനോകൊബാലമിൻ. ഈ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ഈ B12 എന്ന് പറയുന്നത്. അടുത്തത് ജീവകം C ആണ്. ഇതിലെ ജീവകം C, D, E, K, A, B1, അതുപോലെ B7, B3, ഇതൊക്കെ നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജീവകം C പറയുന്നത് അസ്കോർബിക് ആസിഡ് എന്നാണ്. എന്താണ്? അസ്കോർബിക് ആസിഡ്. ജീവകം D കാൽസിഫെറോൾ. ജീവകം E ആണ് ടോക്കോഫെറോൾ. ഏതാണ്? ടോക്കോഫെറോൾ. ജീവകം K ഫില്ലോക്കിനോൺ. ഇനി ജീവകം Kയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് പ്രോത്രോംബിൻ. നമ്മുടെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ K എന്ന് പറയുന്നത്. ഫൈറ്റോനാഡിയോൺ എന്ന രാസനാമത്തിൽ കൂടി അറിയപ്പെടുന്നതാണ് ഈ വൈറ്റമിൻ K എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ K. ഇനി നമ്മൾക്ക് വൈറ്റമിൻ ഇയെ കുറിച്ച് നോക്കാം. ഹോർമോണായിട്ട് കണക്കാക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അതായത് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ കൂടിയാണ് ഈ വൈറ്റമിൻ ഇ. ബ്യൂട്ടി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ ഇ ആണല്ലേ. ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിനും വൈറ്റമിൻ ഇ തന്നെയാണ്. അപ്പോൾ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിൻ ഇ ആണ് സഹായിക്കുന്നത്. ഹോർമോണായിട്ട് കണക്കാക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ഇ. ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിനാണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഡി നോക്കാം. നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന്. ഹോർമോണുകളുടെ മുൻഗാമി അല്ലെങ്കിൽ ഹോർമോണിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. പച്ചക്കറികളിൽ നിന്ന് നമുക്കിത് ലഭിക്കില്ല. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു ജീവകമാണ് ജീവകം ഡി. ഈ ജീവകം ഡി എന്ന് പറയുന്നത് അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കുന്ന ജീവകമാണ്. അടുത്തത് നമുക്ക് വൈറ്റമിൻ എ നോക്കാം. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവകമാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഇത് ഇലക്കറികളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പാലിൽ സുലഭമായിട്ടുള്ള ജീവകമാണ് വൈറ്റമിൻ എ. ഈ വൈറ്റമിൻ എ സംഭരിക്കുന്നത് എവിടെയാണ്? കരളിലാണ് ഈ വൈറ്റമിൻ എ സംഭരിക്കുന്നത്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന ഒരു വർണ്ണവസ്തുവുണ്ട്, അതാണ് ബീറ്റ കരോട്ടിൻ. ഏതാണ്? ബീറ്റ കരോട്ടിൻ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? കരോട്ടിനാണ്. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്നത്. ഇനി വിറ്റമിൻ എ ആണ് പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവകം. ഏതാണ്? പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്നത് ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഇനി വൈറ്റമിൻ ബി കോംപ്ലക്സിലേക്ക് പോകാം. തവിടിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B1 അഥവാ തയാമിൻ എന്ന് പറയും. അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകവും തയാമിനാണ്. B1 ആണ് തയാമിൻ. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകമുണ്ടല്ലോ, അതാണ് റൈബോഫ്ലോവിൻ എന്ന് പറയുന്നത്. അതായത് നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഈ റൈബോഫ്ലോവിൻ നശിച്ചു പോകും. അപ്പോൾ പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം ഏതാണ്? റൈബോഫ്ലോവിൻ അഥവാ B2. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് B7, B5, ജീവകം K ഇവ. ഏതാണ്? ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളാണ്
ജീവകം B7, B5, ജീവകം K. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകമാണ് B2 അഥവാ റൈബോഫ്ലോവിൻ. ഇനി വൈറ്റമിൻ PP, പെല്ലഗ്ര പ്രിവെൻഷൻ, PP, പെല്ലഗ്ര പ്രിവെൻഷൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് B3. ഏതാണ്? B3 എന്തെന്ന് പറയുമെന്ന് പറഞ്ഞു? നിയാസിൻ എന്ന് പറയുമെന്ന് പറഞ്ഞു അല്ലേ. ജീവകം H എന്നറിയപ്പെട്ടിരുന്നത് ജീവകം B7 ആണ്, ബയോട്ടിൻ. ജീവകം H ഈ ബയോട്ടിൻ ആണ്, അല്ലെങ്കിൽ ജീവകം B7 ആണ് എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് B9. കോബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് B12. വൈറ്റമിൻ സി, കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ ജീവകമാണ് വൈറ്റമിൻ സി. അതുപോലെ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായൊരു ജീവകമാണിത്. ജീവകം സിയുടെ അഭാവം കാരണം മോണയിൽ രക്തസ്രാവം ഉണ്ടാവും. ഈ ജീവകം സിയുടെ അഭാവം കാരണം ഉണ്ടാകുന്ന ഒരു രോഗമുണ്ട്. ഏതാണ്? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി. അപ്പോൾ വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? സ്കർവി ഉണ്ടാകുന്നത്. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഈ വൈറ്റമിൻ സി ജലത്തിൽ ലയിക്കുന്നതാണോ കൊഴുപ്പിൽ ലയിക്കുന്നതാണോ? ജലത്തിൽ ലയിക്കുന്നവയാണ്.